1957 മാർച്ച് 30 രാത്രി പാലേരി എന്ന എൻ്റെ ജന്മഗ്രാമത്തിൽ 2 കൊലപാതകങ്ങൾ നടന്നു. വിചിത്രം എന്ന ഒറ്റവാക്കിൽ ഈ കേസ് അന്വേഷണത്തെക്കുറിച്ച് പറയാൻ കഴിയും. കിട്ടിയ ഡാറ്റാസ് മുഴുവൻ കളക്ട് ചെയ്തു. പഴയ ന്യൂസ് പേപ്പർ കട്ടിങ്സ്, ജഡ്ജ്മെന്റിന്റെ കോപ്പി. പക്ഷേ എൻ്റെ ജീനുകളിൽ കലർന്ന പാപത്തിന്റെ ഉറവിടത്തെ എനിക്കറിയണം. അതിനാണ് ഈ അന്വേഷണം. ഈ രാത്രി, ഞാൻ ജനിക്കാൻ പോകുന്ന ഈ രാത്രി, ഗ്രാമത്തിൽ നിന്നൊരാൾ പുറപ്പെട്ടു പോകുന്നു. ഒരിക്കലും തിരിച്ചു വരാൻ വേണ്ടിയില്ലാത്തൊരു ഇറങ്ങിപ്പോകും. അതായിരുന്നു പാലേരി മാണിക്യം എന്ന 20-കാരി. നിന്റെ തല മുഴുവനും പാലേരിയാണ്. പാലേരി മാണിക്യം. മാണിക്യം കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ മാണിക്കും അയാളും തമ്മിൽ പണ്ടേ ബന്ധം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 3-ാമത്തെ ആളാരായിരുന്നു? പുറത്ത് ഇരുട്ടിൽ നിൽക്കുണ്ടായിനു. ഒരു നിഴല് പോലെ കണ്ട്. ഇവിടെ ചെയ്തു കൂട്ടിയതിനെല്ലാറ്റിനുള്ള ശിക്ഷ ഇവിടെ തന്നെ കിട്ടുമെന്ന് പറയുന്നതാണ് ശരി. 3 പേരുകൾ പ്രത്യേകം ശ്രദ്ധിക്കും. ചന്ദമൻ കുശൽ, ധർമ്മദത്തൻ നമ്പൂരി, മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജി എന്നൊരാൾ. എനിക്കറിയണം അയാളെ. മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയെ. I know him well. ഇവിടപ്പം പാലേരിയിലെ അമ്മദാജിന്റെ കമ്മ്യൂണിസം നടക്കുന്നത്. ഒരു മാണിക്യത്തിനല്ല, 9 എണ്ണത്തിനെ കൊന്നാലും ഒരു നായും ചോദിക്കല. തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളാണ് മാണിക്യം കേസ്. അഹമ്മദ് ഹാജി മാണിക്യത്തിനെ കൊന്നിട്ടില്ല. ഖാലിദ് അഹമ്മദ്, ഹരിദാസ് അഹമ്മദ്,